ഇല്ലാട്ടില്ല നമ്മൾ പ്രവീൺ പ്രണവിന്റെ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇട്ടിരുന്നു. സംഭവം എന്താ രാവിലെ ഇട്ടിരുന്നു. മറ്റേ പ്രവീൺ പ്രണവ് പിന്നെ അവരുടെ ഫാമിലി ഇഷ്യൂ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പ്രശ്നങ്ങളാണ്, ഇതാണ് പ്രശ്നം, നമ്മുടെ പ്രണവ് കൊച്ചു പറയുന്നത് കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടില്ല. എന്താ സംഭവിച്ചു വെച്ചാൽ അത് സംഭവം റിയൽ ആണ്, മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ ഓസ്കാർ അഭിനയം പറഞ്ഞാൽ പോലെ ഇല്ലാട്ടോ, ഓസ്കാർ അഭിനയമാണ് പ്രണവ് കൊച്ചിന്, മനസ്സിലായില്ലേ? ഇങ്ങനെ സാഡ് ആവുന്നു അവരുടെ ഫാമിലി ആയിട്ട്. പ്രണവ് കൊച്ചിന് മാത്രമല്ല അവരുടെ ഫാമിലി. ഇനിയിപ്പോൾ ഫാമിലി അറിഞ്ഞോട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ അവരെ കുറ്റം പറയുന്നുള്ളൂ. ഇല്ല, കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരും അഭിനയമാണെന്ന് പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഫാമിലി അറിയുന്നില്ല, നമ്മുടെ ഈ പ്രണവ് മാത്രമാണ് വെച്ച് കഴിഞ്ഞാൽ കിലട്ടറിലെ പ്രണവ് നല്ല അഭിനയം പറഞ്ഞാൽ നല്ല അഭിനയമാണ് കിലട്ടറ. ഇതും കൊണ്ട് പോയാണ്ടല്ലോ ബിഗ് ബോസിലോ ഇല്ലെങ്കിൽ നല്ലൊരു അവാർഡ് കിട്ടും, അത് ഉറപ്പാണ് പറഞ്ഞാൽ ഉറപ്പാണ് കിലട്ടറ. അജാതി അഭിനയം കിലട്ടറ. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ മൃദുല ചേച്ചിനെയും നമ്മുടെ പ്രവീണായിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അജാതി അഭിനയം പറഞ്ഞല്ലേ വേറെ ലെവൽ മാച്ച്. സത്യം പറഞ്ഞല്ലോ നിനക്കൊരു ഓസ്കാർ തന്നെ, സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടല്ലേ. അപ്പോൾ അത് എന്താ വെച്ചാൽ ഈ പ്രശ്നം കേട്ടല്ലേ ഞാൻ പറഞ്ഞു. ഒക്ടോബറിൽ നമ്മുടെ ഒരു പ്രവീണേട്ടൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ, എന്താ വെച്ചാൽ എന്നെ തല്ലി അവളെ ചവിട്ടി കിട്ടുന്നു പറഞ്ഞിട്ട് ഓരോ ഇത് കാണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് October 27 ഈ പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പേ കിലട്ടറിൽ ഈ സംഭവം ഉണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഒരു മാരേജിന് പോകാത്ത ഇതിന്റെ സംഭവം കീർത്തന രവീന്ദ്രൻ അബൌട്ട് പ്രവീൺ പ്രണവ് മൃദുല, മനസ്സിലാക്കി ആ ഒരു ഇന്റർവ്യൂ കീർത്തന രവീന്ദ്രൻ പറഞ്ഞൊരു നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ ആയ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഇതിലടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവീൺ പ്രണവിനെ കുറിച്ചുള്ള മൃദുല അവരുടെ ആ ഒരു ഫാമിലിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ഇടല കമന്റ് സെക്ഷൻ നോക്കിയിട്ടില്ല. അതിൽ വന്നിട്ട് നമ്മുടെ പ്രവീൺ, മനസ്സിലായി, പ്രവീൺ ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോള്, മനസ്സിലായി, അത് പറഞ്ഞാൽ പ്രവീൺ ഏട്ടൻ്റെ അമ്മായിയുടെ മോള് വന്നിട്ട് കമന്റ് ഇട്ടിട്ടില്ല. നിങ്ങൾക്കൊന്നും അറിയാത്തതാണ് സംഭവം, റീൽ വേഴ്സസ് റീൽ എന്നൊരു ലൈഫ് ഉണ്ട്. ഞാനും അതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ റീൽ വേഴ്സസ് റീൽ എന്നൊരു സംഭവമുണ്ട്, മനസ്സിലായി. നമ്മൾ റീലിൽ കാണുന്നതെല്ലാം ഒരിക്കലും സംഭവിക്കുന്നതും ഒരിക്കലും നടക്കുന്നതും അവിടെ റിയൽ ലൈഫ് വന്നിട്ട് വേറെ ആയിരിക്കും, മനസ്സിലായില്ല. എന്താ വെച്ചാൽ റീൽ കാണുമ്പോൾ നമ്മൾ ഓക്കോ നമ്മുടെ ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണ് ഈ വീട് എന്നൊക്കെ പാട്ടൊക്കെ വെച്ച് അലക്കും. പക്ഷെ റിയൽ ലൈഫിൽ എന്താണ്, ആ പാട്ട് കഴിഞ്ഞാലോ ഇല്ലടല്ല തമ്മിൽ പരസ്പരം മിണ്ടൂല, അങ്ങനെ സോറസ് പരിപാടിയൊക്കെ ആയിരിക്കും. സംഭവം ഉള്ളതാണ് ഇല്ലടല്ല. ഏറെക്കുറെ ഫാമിലികളുടെ എല്ലാവരും പറയുന്നില്ല, ഇവിടെയും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നാണ് ഇല്ലടല്ല. അപ്പൊ അവിടെ നിന്നാണ് ഇല്ലടല്ല എന്ത് സംഭവിച്ചു ഏത് സംഭവിച്ചു എന്നുള്ള അറിയില്ല. സംഭവ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നത്, മനസ്സിലായില്ലേ? എന്തോ സംഭവിച്ചാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ എൻ്റെ വീടാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീണേട്ടൻ അച്ഛനാൻ പറയുന്നു, അമ്മ പറയുന്നു, നിനക്ക് ഇവിടെ ഒരു അധികാരമില്ല എന്നൊക്കെ പറയുന്നു. നമ്മുടെ പ്രണവ് വന്നിട്ട് തല്ലുന്നു, മർദ്ദിക്കുന്നു. ആ ഒരു ഗർഭിണിയാണെന്ന് നോക്കാതെ പോലും മൃദുല ചേച്ചി മർദ്ദിക്കുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ കുട്ടി പ്രസവിച്ച ശേഷം ഫുൾ പോയി റീലിടുന്നു, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ കുട്ടിനെ എടുത്തിട്ട് അയ്യോ നമ്മൾ തന്നെ എല്ലാം പറഞ്ഞിട്ട് കുട്ടിക്കത്തൊരു മറ്റേ BGM കയറ്റി റീൽ അങ്ങോട്ട് ഇടുന്നു. എന്തൊരു അഭിനയം, എന്തൊന്നടി ഇതൊക്കെ, സത്യം പറയലേ. ഇതൊക്കെ ഇമാര്, അതും സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം ഏട്ടനൊക്കെയാണ് ഇങ്ങനെ പറയണ്ട, മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിക്കണം. അതും ഇതാണല്ലേ നമ്മൾ പറഞ്ഞില്ല, എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫെയിം ആണെങ്കിൽ ഫെയിം ഇല്ലെങ്കിൽ നമ്മുടെ പൈസയാണെങ്കിൽ പൈസയൊക്കെ കൂടിയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, മനസ്സിലാവുക. അതിപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് നമുക്ക് അറിയില്ല. എന്നാലും ഒരു ഫാമിലി പിരിഞ്ഞു ഇല്ലടല്ലേ, അതിപ്പോൾ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രവീണേട്ടൻ്റെ അമ്മായിൻ്റെ മോള് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല എന്താ സത്യം എന്നുള്ളത്, എനിക്കറിയാം. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലീഗലായി മൂവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും ജീവിക്കുന്നത് കൊണ്ടൊക്കെ ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലൈ കൊടുത്തതിലൂടെ ഞാൻ വായിച്ചില്ല. ആ ചേച്ചി അതിനനുസരിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഇല്ലല്ലേ മധുബാലകൃഷ്ണ എന്നാണ് സംഭവം, മറ്റേ മനസ്സിലല്ലേ പ്രവീണേട്ടൻ്റെ അമ്മായിൻ്റെ മോള്. നിങ്ങൾക്കൊക്കെ അതിന് ഞാൻ കമന്റോട് വായിക്കില്ലല്ല, ഇവിടെ സ്ക്രീൻഷോട്ടും വെക്കാം. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് എൻ്റെ പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങള ആണ് അവരുടെ അച്ഛൻ, മനസ്സിലല്ല. അത് പറഞ്ഞാൽ ആങ്ങളുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ, അങ്ങനെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു, നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നു, മനസ്സിലായി. ഈ ഒരു കുടുംബം കാരണം ആ ഒരു കുടുംബം നശിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ കുടുംബം കാരണം നമ്മുടെ കുടുംബം നശിച്ചു എന്നാണ് പറയുന്നത്. അതിന് 206 റീപ്ലൈസ് ഉണ്ടെങ്കിലല്ല, അതിൽ റീപ്ലൈകൾക്ക് ഞാൻ വായിക്കാറില്ല. കുറേ ആൾക്കാർ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൃദുല ചേച്ചി ഞാൻ പറഞ്ഞ റീപ്ലൈ മാത്രം പറയാം, മനസ്സിലായില്ലേ? എന്ത് ചെയ്യാം, മൃദുല ചേച്ചി അല്ല മധുബാലകൃഷ്ണ ചേച്ചി പറഞ്ഞ റീപ്ലൈ മാത്രം എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക, ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ ഇന്നും ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളതൊരു സഹോദരി കൊണ്ടുണ്ട്. അതാണ് എൻ്റെ അമ്മ, മനസ്സിലായില്ല? അതാണ് ആ ചേച്ചിയുടെ അമ്മ, മധുബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അമ്മ നമ്മുടെ പ്രവീണയുടെ അച്ഛൻ്റെ അനീതിയാണ്, മനസ്സിലായി. എൻ്റെ പേരൻസ് ഡിവോഴ്സിലാണ്. അതൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിനും രണ്ടാമത് ജനിച്ച ഒരു പെൺകുട്ടിയായി പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റോ അല്ലാട്ടോ. പക്ഷേ ഒന്നിനും പോകാതെ എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്നും പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമില്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചുകൊണ്ട് പോന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ, മനസ്സിലായി. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ പോയപ്പോൾ വീട് ആക്രമിച്ചാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കൽ എല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്നും എനിക്കറിയാവുന്ന
അറിയാവുന്നവർക്കുള്ളത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും, പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും. ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഈ പ്രവീൺ എന്ന വ്യക്തി ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകളുണ്ടായി. രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്തത്. അതാണ് പറഞ്ഞ നിയമസഹായം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇറ്റ്സ് പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസും അറിയാമെന്നുകൊണ്ട് ഒരു റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ, എടോ ഈ പറയുന്നത് പ്രവീണിൻ്റെ അച്ഛൻ്റെ സ്വന്തം സഹോദരൻ മോൾ തന്നെയാണ്, മനസ്സിലായില്ലേ? പിന്നെ ചേച്ചി പറയുന്നുണ്ട്, കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെക്കുറിച്ചും വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടെ വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ, മനസ്സിലായില്ല? ചേച്ചിയുടെ അച്ഛനാണ്. 7 മാസമായി മരിച്ചിട്ട് ഇന്നേവരെ അവരുടെ വീഡിയോ പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നേവരെ അവരാ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മരിച്ചു എന്ന്. കാശ്മീരിൽ ട്രിപ്പിൻ്റെ ഇടയിലായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യൻ ലൈഫിൽ കാണിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. 7 മന്തായി അപ്പൂപ്പൻ മരിച്ചിട്ടെന്ന് പറയേണ്ടിയില്ല ചേച്ചി. പിന്നെ വന്നിട്ട് കണക്ഷൻ ഒന്നുമില്ല, വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ഒരു പെങ്ങളുള്ളത് അവർ പറയില്ല. പിന്നെയല്ലേ കല്യാണം, മനസ്സിലായില്ലേ? അതെന്താ കല്യാണത്തിന് ചോദിച്ചപ്പോഴാണ് റീപ്ലൈ, ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും, എല്ലാവരുടെയും ഒന്നും പറ്റിക്കാനാവില്ലല്ലോ, മനസ്സിലായില്ലേ? പ്രവീൺ, അനിയൻ, കൊച്ചു, എൻ്റെ മാമൻ എന്ന് പറയുന്ന പ്രദീപ് ഇവരൊക്കെ ഉണ്ടായിരുന്നു വീട് ആക്രമിക്കാൻ, മനസ്സിലല്ലേ? ഇവരെല്ലാവരും ഫാമിലിയായിട്ട് വന്ന് വീട് ആക്രമിച്ചാണ് നമ്മുടെ മധുബാല ചേച്ചിയുടെ, മനസ്സിലായി? അതായത് പ്രവീണേട്ടൻ്റെ അമ്മയുടെ മോളുടെ. അതെന്തോ പ്രശ്നമാണെങ്കിലും സത്യം പറയല്ലോ, ഇത് മുമ്പേ ഉണ്ട്, മനസ്സിലായി? ഇവർ ഫാമിലിയായിട്ട് എന്തോ സംഭവം ഉണ്ട്, അതാണ്. അതിന് ഉത്തരമില്ല, ഞങ്ങൾക്കും അറിയില്ല. പോലീസ് ചോദിച്ചിന് കൃത്യമായ ഒരു മറുപടി അവർക്കില്ല. ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്ന് 7 മന്ത് കഴിഞ്ഞില്ലേ, ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ, ഈ സംഭവം. അതാണ് അതുപോലെ ചേച്ചി കുറേ പേർക്ക് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് എന്താ വെച്ചാൽ അവരെ മെൻഷൻ ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അവർക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് അത്ര ഉള്ള റീപ്ലൈ അത് നിർത്തി ചേച്ചി, മനസ്സിലായില്ല? എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചേച്ചി അതിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇല്ലാതെ സത്യാവസ്ഥ, മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ നമ്മൾ ആ റീലിൽ കാണുന്നില്ല ലൈഫ്, മനസ്സിലായി? റീൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നില്ല ലൈഫ്. അവർക്ക് അവരുടെ ആ ഒരു ബിഹൈൻഡ് സീൻ എന്ന് പറയുന്ന പോലെ അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരുടെ സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാവും. ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ എന്ന് പറയില്ല, എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള പോലെ അവർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന ഒന്നുമല്ല കിലടൽ ആൾക്കാർ, മനസ്സിലാവുക? അവർക്ക് പിന്നിലും കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയുടെ ഇഷ്യൂ വന്നിട്ട് ഇതാണ് കിലടലെ. മുമ്പ് ഞാൻ പറഞ്ഞത് വെച്ചാൽ പ്രണവ് നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ കമന്റും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ നമുക്ക് പ്രവീണേട്ടന് ചെറിയ അനുഭവം എന്താണ് അഭിനയം കാഴ്ചവെക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷേ വീട് ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവർ ഫാമിലി ആയിട്ട് തന്നെ വീട് ആക്രമിച്ചു, മനസ്സിലല്ല? സ്വന്തം മാമന്റെ മക്കളും മാമനെല്ലാം കൂടിയിട്ട് വീട് ആക്രമിച്ചു. അത് എന്തിന്റെ കാരണത്തിലാണ്, എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും അതുപോലെ ചേച്ചി പറഞ്ഞിട്ടില്ല കേട്ടല്ലേ. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതും ഒന്ന് നോക്കിയിട്ട് പറയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് പ്രശ്നം, മനസ്സിലായി? അത് മുമ്പേ നടന്നാണ്, ഇപ്പോഴല്ല, മുമ്പ് തൊട്ടേ ഇവിടെ ഫാമിലി സംഭവം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പേരിലൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ ഒരു ഇടപെട്ട് എന്താണ് വേർപിരിഞ്ഞിരിക്കുക, മനസ്സിലായി? ഏട്ടനും അനിയും തമ്മിൽ നോക്കാൻ കേട്ടാൽ നമുക്ക് എന്തായാലും ഇനിയും ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുവരെ അപ്പോൾ അത്രേ പറയാനുള്ളൂ. ബൈ.